നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഇറക്കുമതിയും ഇന്ത്യയിൽ നടത്തുന്നില്ല. എന്നാൽ പലതരത്തിലുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. അതെല്ലാം ഇന്ത്യ കയ്യോടെ പിടിച്ചെടുക്കുന്നുമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി നിരോധനം ലംഘിക്കാനുള്ള വൻ ശ്രമമാണ് നമ്മുടെ രാജ്യത്ത് തടഞ്ഞിരിക്കുന്നത്. യുഎഇയിൽ നിന്നുള്ളതാണെന്ന് വ്യാജമായി രേഖപ്പെടുത്തി കടത്താൻ ശ്രമിച്ച 364 ടൺ ഉണക്ക ഈന്തപ്പഴമാണ് DRI പിടിച്ചെടുത്തിരിക്കുന്നത്. 3 കോടി രൂപ വിലമതിക്കുന്നതാണ് ഈ ഈന്തപ്പഴം. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് ഇത് സീസ് ചെയ്തിരിക്കുന്നത്. ഗുജറാത്തിലെ കണ്ട്ല തുറമുഖം വഴിയാണ് ഇത് നമ്മുടെ രാജ്യത്തേക്ക് എത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി ഇന്ത്യയിലേക്ക് വ്യാജരേഖകളോടെ കടത്താൻ ശ്രമിച്ച 13 കണ്ടെയ്നറുകളാണ് DRI ഉദ്യോഗസ്ഥർ തടഞ്ഞുവെച്ചത്. രാജ്യത്തെ ഇറക്കുമതി നിരോധനം മറികടക്കാനുള്ള ഇത്തരം കള്ളക്കടത്ത് ശ്രമങ്ങൾക്കെതിരെയുള്ള ശക്തമായ നടപടിയാണിതെന്നും ധനകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. കള്ളക്കടത്ത് തടയുന്നതിനായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻസ് അന്വേഷണ ഏജൻസിയാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. അന്താരാഷ്ട്ര വ്യാപാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ കണ്ടെത്തുകയും കസ്റ്റംസ് നികുതി വെട്ടിപ്പ് തടയുകയുമാണ് ഇവരുടെ പ്രധാന ചുമതല. ഈ 3 കോടിയുടെ ഈന്തപ്പഴം പാകിസ്ഥാനിൽ നിന്ന് ആദ്യം ദുബായിലേക്കാണ് എത്തിച്ചത്. പിന്നാലെ UAEയിൽ നിന്നുള്ളതെന്ന് വ്യാജരേഖയുണ്ടാക്കി ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചു. പാകിസ്ഥാൻ ഉൽപ്പന്നമാണെന്ന് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്തിട്ടുണ്ട്. UAE വഴി എത്തിച്ച 3 കോടി രൂപ വിലമതിക്കുന്ന ചരക്ക് 1962 കസ്റ്റംസ് നിയമപ്രകാരം കണ്ടുകെട്ടിയതായും അധികൃതർ അറിയിച്ചു. 2025 ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പാകിസ്ഥാനുമായുള്ള നേരിട്ടുള്ള വ്യാപാരം ഇന്ത്യ അവസാനിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം ഏപ്രിൽ 24 അട്ടാരിയിലെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് രാജ്യം അടച്ചുപൂട്ടിയിരുന്നു. നേരിട്ടുള്ള വ്യാപാരം നിർത്തിയെങ്കിലും മൂന്നാം രാജ്യങ്ങൾ വഴി പാകിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തുന്നതായി പിന്നീട് കണ്ടെത്തി. ഈ ലൂപ്പ് ഹോൾ അടയ്ക്കുന്നതിനായി 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള നേരിട്ടുള്ളതോ അല്ലാത്തതോ ആയ എല്ലാ തരം ഇറക്കുമതികൾക്കും ട്രാൻസിറ്റുകൾക്കും ഇന്ത്യ ഉടനടി സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. സോയാബീൻ, കോഴിത്തീറ്റ, പച്ചക്കറികൾ, വറ്റൽമുളക്, പ്ലാസ്റ്റിക് ഗ്രാനുളുകൾ, പ്ലാസ്റ്റിക് നൂലുകൾ എന്നിവയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പ്രധാനമായും കയറ്റി അയച്ചിരുന്നത്. ഉണക്കപ്പഴങ്ങൾ, ഈന്തപ്പഴം, ജിപ്സം, സിമന്റ്, ഗ്യാസ്, ഇന്ദുപ്പ്, ഔഷധ സസ്യങ്ങൾ എന്നിവയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിരുന്നത്. ഇന്ത്യയുമായി സ്വതന്ത്ര വ്യാപാര കരാറുള്ള UAE പോലുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ വഴിയാണ് പാക് ഈന്തപ്പഴങ്ങൾ ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് വ്യാജരേഖകളോടെ എത്തിച്ചിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ $101.24 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് ഇന്ത്യയും UAEയും തമ്മിൽ നടത്തിയത്. ഈ വലിയ വ്യാപാര പങ്കാളിത്തത്തിന്റെ മറവിലാണ് പാക് ഉൽപ്പന്നങ്ങൾ UAEയുടെ പേരിൽ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചത്. 2019 പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി ഇന്ത്യ റദ്ദാക്കിയിരുന്നു. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം വലിയ തോതിൽ ഇടിഞ്ഞു. കൊമേഴ്സ് മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2018-19 $2.41 ബില്യൺ ആയിരുന്നു വ്യാപാരം. 2022-23 ആയപ്പോഴേക്കും വെറും $647.20 മില്യൺ ആയി കുറഞ്ഞു. എന്നാൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വ്യാപാരം $1.19 ബില്യൺ ആയി ഉയർന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത്. എന്നാൽ നിരോധനങ്ങൾ കർശനമാക്കിയതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് വെറും $258.22 മില്യൺ ആയി കുത്തനെ ഇടിഞ്ഞു. 2024-25 ഇത് $558.24 മില്യൺ ആയിരുന്നു. ലോകബാങ്കിന്റെ പഠനം അനുസരിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ $37 ബില്യൺ വ്യാപാര സാധ്യതയുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ആകെ ചരക്ക് വ്യാപാരം $430 ബില്യൺ ആണ്. എന്നാൽ പാകിസ്ഥാന്റേത് ഏകദേശം $100 ബില്യൺ മാത്രമാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നേരിട്ടുള്ള വ്യാപാരത്തിന് വിലക്കുണ്ടെങ്കിലും മൂന്നാം രാജ്യങ്ങൾ വഴിയുള്ള വ്യാപാരം സജീവമാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് വലിയ തോതിലുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ എത്തുന്നത്. ഏകദേശം $10 ബില്യൺ അതായത് $10 ശതകോടി വിലമതിക്കുന്ന ഇന്ത്യൻ ചരക്കുകളാണ് പാകിസ്ഥാനിലേക്ക് കടക്കുന്നത്. അതായത് പാകിസ്ഥാൻ ഇപ്പോഴും ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന പല സാധനങ്ങളും വേണം. അത് നേരിട്ടുള്ളൊരു വ്യാപാരം ഇനി സാധ്യമല്ല എന്ന് കൃത്യമായി അറിയാം.
അതുകൊണ്ടാണ് മറ്റൊരു രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് മൂന്നാം രാജ്യങ്ങൾ വഴി ഇത്തരത്തിലുള്ള ഇറക്കുമതി പാകിസ്ഥാൻ നടത്തുന്നത്. പക്ഷേ ഒരു മൂന്നാം രാജ്യം വഴി പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു വസ്തുവും ഇന്ത്യയിൽ എത്തുന്നില്ല. അഥവാ എത്തുന്നുണ്ടെങ്കിൽ തന്നെ അത് കൃത്യമായിട്ട് സീസ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു തരത്തിലുമുള്ള നമ്മുടെ നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്നതുപോലെ ഒരു തരത്തിലുള്ള ബന്ധവും പാകിസ്ഥാനായിട്ട് ഇന്ത്യ നിലവിൽ വെച്ച് പുലർത്തുന്നില്ല.